ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൗണ്ട് എ എന്നും കൗണ്ട് ബ്ലാങ്ക് എന്നും ഉള്ള രണ്ട് ഫംഗ്ഷനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മൾ ഇതിനു മുന്നേ കൗണ്ട് ഫംഗ്ഷനെ കുറിച്ചും കൗണ്ടിഫ് ഫംഗ്ഷനെ കുറിച്ചും കൗണ്ടിഫെസ് ഫംഗ്ഷനെ കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോകളിലെല്ലാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്, ഈ രണ്ട് ഫംഗ്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. കൗണ്ട് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൗണ്ട് എ ഫംഗ്ഷൻ തരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഡാറ്റ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റ റേഞ്ചിൻ്റെ ഉള്ളിൽ എത്ര സെല്ലുകൾ ഒക്കുപ്പൈഡ് ആണ് എന്നുള്ളതിൻ്റെ ഒരു കൗണ്ടാണ് നമുക്ക് തരിക. അതുപോലെ കൗണ്ട് ബ്ലാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊടുക്കുന്ന ഡാറ്റ റേഞ്ചിലുള്ളതിൻ്റെ എത്രത്തോളം സെല്ലുകൾ ഒക്കുപ്പൈഡ് അല്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഡെമോൺസ്ട്രേഷൻ കാണിച്ചുതരാം. ഞാൻ ഒരു ചെറിയ ഒരു മെട്രിക്സ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു ടേബിള്, അതിൻ്റെ അത് കുറച്ച് വാല്യൂസ് ഉണ്ട്, ഇടയ്ക്ക് 1-2 സെല്ലുകളിൽ ഡാറ്റാസ് ഇല്ല. ഓക്കെ, ഇത് ടോട്ടൽ കോളംസ് 10, റോസ് 10, അങ്ങനെ 100 കോളംസ് ആണ് ഉള്ളത്, 100 സെൽസ് ആണ് ഉള്ളത് ഇതിൽ. ഓക്കെ, നമുക്ക് കൗണ്ട് എ ഫംഗ്ഷൻ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഈ സെല്ലിലാണ് എനിക്ക് ഡാറ്റയുടെ റിസൾട്ട് വേണ്ടത്, ഫംഗ്ഷൻ്റെ റിസൾട്ട് വേണ്ടത്. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഫോർമുല ബാർ ചെല്ലുക, ഈക്വൽ സൈൻ കൗണ്ട് എ ബ്രാക്കറ്റ് ഓപ്പൺ. ഞാനിവിടെ സീരീസ്, എനിക്ക് ഇത്ര സെല്ലുകളാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ്ഡ്. ഓക്കെ, ഇതിലിപ്പോൾ 95 എന്ന് പറയുന്ന വാല്യൂ ആണ് റിട്ടേൺ അയക്കുന്നത്. നമുക്ക് ഈ ടേബിളിൽ നോക്കിയാൽ അറിയാം 10 കോളംസ് 10 റോസ്, അങ്ങനെ ടോട്ടൽ 100 സെൽസ് ആണ് ഉള്ളത്. അതിൽ 95 ഒക്കുപ്പൈഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. 95-ൽ ബാക്കി 5 ബ്ലാങ്ക് ആയിട്ടുണ്ടാവണം. 1, 2, 3, 4, 5, അങ്ങനെ 5 കോളംസ് ബ്ലാങ്ക് ആയിട്ടുണ്ട്. നമുക്ക് 1-2 കോളംസിൽ ഡാറ്റ കൂടി മാറ്റി നോക്കാം. ഇവിടുത്തെ കോളത്തിൽ ഡാറ്റ മാറ്റി ഫോർമുല അപ്ഡേറ്റ് ചെയ്തു. അഗെയിൻ ഞാൻ ഇവിടുത്തെ അടുത്ത ഡാറ്റ മാറ്റി ഫോർമുല അഗെയിൻ വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. ഞാനിവിടെ ഒരു ഡാറ്റ മാറ്റി. ഓക്കെ, വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഒരു ആൽഫബറ്റ് ടൈപ്പ് ചെയ്യാണ്. എന്താണ് വ്യത്യാസം നോക്കാം. ആൽഫബറ്റ് ടൈപ്പ് ചെയ്തു, അതിലും വാല്യൂസ് ഉണ്ട്. അവിടെ അടുത്ത ആൽഫബറ്റ് ടൈപ്പ് ചെയ്തു, വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്തു, വാല്യൂസ് അപ്ഡേറ്റ് ആയി. അഗെയിൻ ഡിലീറ്റ് ചെയ്തു, അപ്ഡേറ്റ് ആയി. ഓക്കെ, ഇതിൽ ഏകദേശം 95 സെൽസ് ഇപ്പോൾ ഒക്കുപ്പൈഡ് ആണ്. 90 ഇപ്പോൾ ഞാനൊരു വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 95 സെൽസ് ഒക്കുപ്പൈഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്ര ഒക്കുപ്പൈഡ് സെൽസ് ആണ്, 95 സെൽസ് ആണ് ഇത്ര ഡാറ്റ സെറ്റിൽ ഒക്കുപ്പൈഡ് ആയിട്ടുള്ളത്. ഇനി കൗണ്ട് ബ്ലാങ്ക് എന്താണെന്ന് നോക്കാം. കൗണ്ട് ബ്ലാങ്ക് ചെക്ക് ചെയ്യാനായിട്ട് ഈക്വൽ കൗണ്ട് ബ്ലാങ്ക് റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇത്രയാണ് സെലക്ട് ചെയ്യേണ്ട റേഞ്ച്. ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് 5 എന്നൊരു വാല്യൂ റിട്ടേൺ ആയിട്ടുണ്ട്. നമുക്ക് 100 സെൽസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. 5 സെൽസ് അഗെയിൻ വേക്കൻ്റ് ആണെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ എൻ്റർ ചെയ്തു, അത് 2 ഫംഗ്ഷനും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ 1-2 വാല്യൂസ് എല്ലാം റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ആകുന്നുണ്ട്. ഈ ഫോർമുല പ്രകാരം, കൗണ്ട് എ ഫോർമുല പ്രകാരം നമുക്ക് കിട്ടിയേക്കുന്ന റിട്ടേൺ 94 ആണ്. അപ്പോൾ 94 ഒക്കുപ്പൻസി, 94 സെൽസ് ഒക്കുപ്പൈഡ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ കൗണ്ട് ബ്ലാങ്ക് എന്ന ഫോർമുലയുടെ റിട്ടേൺ നമുക്ക് 6 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 6 സെൽസ് ഇവിടെ വേക്കൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബ്ലാങ്ക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് കൗണ്ട് എയും കൗണ്ട് ബ്ലാങ്ക് ഫങ്ഷൻസിൻ്റെ യൂസേജ്.